നമസ്കാരം. ചരിത്രം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ചാണക്യൻ ആയിരക്കണക്കിനു വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സാമ്രാജ്യത്തെ തന്നെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ബുദ്ധിയുണ്ടായിരുന്ന ചാണക്യൻ പറഞ്ഞത്, ശത്രുക്കളുടെ വാളിനേക്കാൾ മൂർച്ചയുള്ളത് ചില മനുഷ്യരുടെ സ്വഭാവത്തിനാണെന്നാണ്. കാട്ടിലെ വിഷപ്പാമ്പുകളെ നമുക്ക് തിരിച്ചറിയാം, അവയിൽ നിന്ന് അകന്നു നിൽക്കാം. എന്നാൽ മനുഷ്യരൂപത്തിൽ നമ്മുടെ കൂടെത്തന്നെ കഴിയുന്ന വിഷജീവികളെ തിരിച്ചറിയുക പ്രയാസമാണ്. ചാണക്യനീതി പ്രകാരം നമ്മുടെ സമാധാനവും ഐശ്വര്യവും പുരോഗതിയും നശിപ്പിക്കാൻ ഈ വിഷജീവികൾക്ക് നിമിഷങ്ങൾ മതി. വീടിന്റെ ഉമ്മറത്തോ മനസ്സിന്റെ അകത്തളത്തിലോ ഇവരെ പ്രവേശിപ്പിച്ചാൽ അത് നാശത്തിനുള്ള തുടക്കമാണ്. ഈ വീഡിയോയിൽ ചാണക്യൻ വിഷജീവികൾ എന്ന് വിശേഷിപ്പിച്ച അത്തരം ആളുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവരെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ അകറ്റി നിർത്താം? ചാണക്യൻ നൽകിയ മുന്നറിയിപ്പുകൾ പ്രകാരം ഈ 7 തരം ആളുകളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം. 1. അസൂയാലുക്കൾ, ദി എൻവിയസ്. ചാണക്യൻ പറയുന്നു, മറ്റൊരാളുടെ സന്തോഷത്തിൽ ദുഃഖിക്കുകയും ദുഃഖത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവൻ വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ്. അസൂയ എന്നത് ഒരു ചിതരുപോലെയാണ്. അത് സാവധാനം ബന്ധങ്ങളെ കാർന്നു തിന്നുന്നു. അസൂയാലുക്കൾക്ക് നിങ്ങളുടെ വിജയം കാണുന്നത് സഹിക്കാനാവില്ല. നിങ്ങൾ ജീവിതത്തിൽ ഒരൽപ്പം മുന്നോട്ടു പോകുമ്പോൾ അവർ നിങ്ങളെ പിന്നിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കും. പുറമേ ചിരിച്ചു കാണിക്കുമെങ്കിലും ഉള്ളിൽ അവർ നിങ്ങളുടെ പരാജയത്തിനായി കാത്തിരിക്കുന്നവരാണ്. നിങ്ങൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നും. അസൂയ എന്നത് സ്വന്തം മനസ്സിനെ തന്നെ ദഹിപ്പിക്കുന്ന തീയാണ്. മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർക്ക് ഒരിക്കലും രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിയില്ല. മഹാഭാരതത്തിലെ ദുര്യോധനൻ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം ലഭിച്ചപ്പോൾ സ്വന്തം കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ മറന്ന് പാണ്ഡവരുടെ ഐശ്വര്യത്തിൽ അസൂയപ്പെട്ട് അവൻ സ്വയം നീറുകയായിരുന്നു. അസൂയമൂത്ത് അവൻ സ്വന്തം കുലത്തെ തന്നെ നശിപ്പിച്ചു. ഇതുപോലെ അസൂയാലുക്കൾ നിങ്ങളുടെ നാശം മാത്രമല്ല, സ്വന്തം നാശവും ക്ഷണിച്ചുവരുത്തും. ഈ ആളുകൾ നിങ്ങളുടെ സന്തോഷങ്ങളെ ഒരിക്കലും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയില്ല. പകരം അതിനെ തരംതാഴ്ത്താനോ അതിലെന്തെങ്കിലും കുറവുകൾ കണ്ടെത്താനോ ശ്രമിക്കും. ഓ, അതത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിലുള്ള അവരുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അസൂയയിൽ നിന്നുണ്ടാകുന്ന അവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ നേട്ടങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാത്തവരെ മുഖം മൂടി ധരിച്ച ശത്രുക്കളെപ്പോലെ കണ്ട് അകറ്റി നിർത്തുക. 2. നുണയന്മാർ, ദ ലയേഴ്സ്. ചാണക്യന്റെ ഒരു പ്രസക്തമായ വചനമുണ്ട്, നുണ പറയുന്നവനെ ഒരിക്കലും വിശ്വസിക്കരുത്, കാരണം അവന്റെ നുണകൾക്ക് അതിരുകളില്ല. സത്യമെന്നത് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറയാണ്. ആ അടിത്തറയില്ലാത്തവരുമായുള്ള കൂട്ടുകെട്ട് ഏതു നിമിഷവും തകർന്നു വീഴാം. നുണ പറയുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. അവർ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയും നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളിൽ പോലും നുണ പറയുന്നവർക്ക് വലിയ ചതികൾ ചെയ്യാൻ യാതൊരു മടിയുമുണ്ടാവില്ല. ഒരു നുണ മറയ്ക്കാൻ അവർ 100 നുണകൾ കൂടി പറയേണ്ടിവരും. സത്യമെന്നത് സൂര്യനെപ്പോലെയാണ്. മേഘങ്ങൾക്കിടയിൽ അധികം നേരം മറഞ്ഞിരിക്കാൻ അതിന് കഴിയില്ല. ഇതിഹാസങ്ങളിൽ ശകുനി പോലുള്ള കഥാപാത്രങ്ങൾ നുണകളിലൂടെയും ചതികളിലൂടെയുമാണ് സാമ്രാജ്യങ്ങൾ തകർത്തത്. സത്യമേവ ജയതേൽ എന്ന ഭാരതീയ തത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സത്യം മാത്രമേ ജയിക്കൂ. കള്ളം പറയുന്നവർ താൽക്കാലികമായി ജയിച്ചേക്കാം, എന്നാൽ അവസാനം അവർ ഒറ്റപ്പെടും. വിശ്വസ്തതയില്ലാത്ത വാക്ക് വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് പഴമക്കാർ പറയുന്നു. നിങ്ങളറിയാതെ അവർ നിങ്ങളെ വലിയ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കും. ഒരു നുണ പറയുന്നവന് നിങ്ങളുടെ വിശ്വാസം നഷ്ടമായാൽ പിന്നെ അവൻ പറയുന്നത് സത്യമാണോ എന്നുപോലും നിങ്ങൾക്ക് സംശയം തോന്നും. ഇത് നിരന്തരമായ സംശയത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും. അത്തരക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. കാരണം സത്യസന്ധതയില്ലാത്ത സൗഹൃദം വിഷം ചേർത്ത പാലുപോലെയാണ്. 3. സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നവർ. ചാണക്യൻ ഈ ആളുകളെ ഒരാവശ്യത്തിനു മാത്രം കൂട്ടുകൂടുന്നവർ എന്ന് വിശേഷിപ്പിച്ചു. പൂവിൽ നിന്ന് തേനെടുത്തു കഴിഞ്ഞാൽ വണ്ട് പറന്നുപോകുന്നതുപോലെയാണ് ഇവരുടെ സ്വഭാവം. ഇവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇവർ നിങ്ങളുടെ അടുത്തു വരൂ, സ്നേഹം അഭിനയിക്കൂ. ആ ആവശ്യം കഴിഞ്ഞാൽ അവർ നിങ്ങളെ മറക്കും, തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഇത്തരം ആളുകൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഒരു വിലയുമില്ല. ഇവർക്ക് വേണ്ടത് നിങ്ങളുടെ സമയവും പണവും സ്വാധീനവുമാണ്. ഇത്തരക്കാർ നിഴല് പോലെയാണ്.
വെളിച്ചമുള്ളപ്പോൾ, അതായത് സമ്പത്തുള്ളപ്പോൾ കൂടെയുണ്ടാകും, ഇരുട്ടിൽ, കഷ്ടപ്പാടിൽ അപ്രത്യക്ഷമാകും. പഞ്ചതന്ത്ര കഥകളിൽ ഇത്തരം ചതിയന്മാരായ സുഹൃത്തുക്കളെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. കുളത്തിലെ വെള്ളം വറ്റുമ്പോൾ കൊക്കുകൾ ആ സ്ഥലം ഉപേക്ഷിച്ചു പോകുന്നതുപോലെയാണിവർ. നിങ്ങളുമായി ഇനിയൊന്നും കിട്ടാനില്ലെന്ന് ബോധ്യമായാൽ അവരുടെ യഥാർത്ഥ മുഖം പുറത്തുവരും. സ്വാർത്ഥത മാത്രം കൈമുതലായുള്ള ഇവർക്ക് ത്യാഗമെന്ന വാക്കിന്റെ അർത്ഥമറിയില്ല. സ്വന്തം സുഖം മാത്രം നോക്കുന്നവരെ വിശ്വസിച്ച് ഒരിക്കലും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കരുത്. നിങ്ങളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അവരെ വിളിച്ചാൽ അവർ ഒഴിവുകഴിവുകൾ പറയും. എന്നാൽ അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ മാത്രം അവർ നിങ്ങളെ പ്രിയ സുഹൃത്തേ എന്ന് വിളിച്ചുവരും. ഇത്തരക്കാർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല, മറിച്ച് നിങ്ങളുടെ സൗഹൃദത്തെ ഒരു കച്ചവട വസ്തുവായി കാണുന്നവരാണ്. അവരെ തിരിച്ചറിഞ്ഞ് പടിക്ക് പുറത്തു നിർത്തുക. 4. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവർ. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവനെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അവന്റെ നുണകൾക്ക് അതിരുകളില്ല. വിശ്വാസമെന്നത് ഒരു കണ്ണാടി പോലെയാണ്. അതൊരിക്കൽ ഉടഞ്ഞാൽ പിന്നെ പഴയതുപോലെ ആക്കില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പോലും അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് മുന്നിൽ വിളമ്പി അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഇവർ. ഇത് നിങ്ങളുടെ സ്വകാര്യതയെ നശിപ്പിക്കുകയും സമൂഹത്തിൽ നിങ്ങളുടെ വില കളയുകയും ചെയ്യും. നാവിനെല്ലില്ലാത്തതുകൊണ്ട് ഇവർക്ക് എന്തു വേണമെങ്കിലും വളച്ചൊടിക്കാം. മഹാഭാരത യുദ്ധത്തിന് കാരണമായത് പലപ്പോഴും അർത്ഥം മാറിപ്പോയ വാക്കുകളും രഹസ്യങ്ങൾ പരസ്യമായതുമാണ്. നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോട് കുറ്റം പറയുന്നവൻ തീർച്ചയായും മറ്റൊരാളെക്കുറിച്ച് നിങ്ങളോടും കുറ്റം പറയുമെന്നോർക്കുക. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല എന്ന പഴഞ്ചൊല്ല് ഈ കൂട്ടർക്കും കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണ്. മുളങ്കാട്ടിലെ തീ പോലെ ഇവരുടെ വർത്തമാനം പടർന്നു പിടിച്ച് എല്ലാം നശിപ്പിക്കും. മനസ്സിന്റെ അറകൾ ഭദ്രമായി സൂക്ഷിക്കാൻ കഴിയാത്തവർക്ക് ആത്മനിയന്ത്രണം കുറവായിരിക്കും. വിശ്വസിക്കാൻ കൊള്ളാത്ത ഇത്തരം ആളുകൾക്ക് ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കരുത്. രഹസ്യം മറ്റുള്ളവരോട് പറയുന്ന ഒരാൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾക്കൊരു വിലയും നൽകാനാവില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ആയുധമാക്കി കൊടുക്കുന്ന ഇത്തരക്കാരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. 5. ദുശ്ശീലങ്ങളുള്ളവർ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ ഉള്ള വ്യക്തികൾ. ചാണക്യൻ പറയുന്നു: ദുശ്ശീലങ്ങളുള്ളവന്റെ കൂടെ കൂടുന്നത് നിങ്ങളുടെ നാശത്തിനു കാരണമാകും. ചീഞ്ഞ ഫലം കുട്ടയിലെ മറ്റു നല്ല ഫലങ്ങളെ കൂടി കേടുവരുത്തുമെന്നു പറയുന്നതുപോലെയാണിത്. ദുശ്ശീലങ്ങളുള്ളവർ നിങ്ങളെയും അതേ വഴിക്ക് നയിക്കാൻ ശ്രമിക്കും. മദ്യം, മയക്കുമരുന്ന്, ജൂതാട്ടം അല്ലെങ്കിൽ അധാർമികമായ ജീവിതരീതികൾ പിന്തുടരുന്നവർ തങ്ങൾക്കൊപ്പം നിങ്ങളെയും ആ കുഴിയിലേക്ക് വലിച്ചിഴയ്ക്കും. അവർ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളെ നശിപ്പിക്കുകയും നിങ്ങളുടെ സമയം പാഴാക്കുകയും ചെയ്യും. ചന്ദനമരത്തിൽ ചുറ്റിക്കിടന്നാലും പാമ്പിന്റെ വിഷം കുറയുന്നില്ല. എന്നാൽ പാമ്പിന്റെ കൂടെ ചേർന്നാൽ ചന്ദനത്തിന് ദോഷം വരാം. കർണൻ എത്ര മഹാനായിരുന്നെങ്കിലും ദുര്യോധനൻ എന്ന ദുഷിച്ച കൂട്ടുകെട്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യത്തിനു കാരണമായത്. സത്സംഗം, അതായത് നല്ല കൂട്ടുകെട്ട് സ്വർഗ്ഗതുല്യമാണെങ്കിൽ ദുസ്സംഗം നരകതുല്യമാണ് എന്ന് ഋഷീശ്വരന്മാർ പഠിപ്പിക്കുന്നു. ഇരുമ്പ് തുരുമ്പെടുത്ത നശിക്കുന്നതുപോലെ ദുശീലങ്ങൾ മനുഷ്യന്റെ തേജസ്സിനെ കാർന്നു തിന്നുന്നു. മദ്യപാനിയായ ഒരാളുടെ കൂടെ നടന്നാൽ കുടിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്കും ആ ചീത്തപ്പേര് കേൾക്കേണ്ടിവരും. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഇവർക്ക് നിങ്ങളെ നയിക്കാനാവില്ല. ചീത്ത കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കാളിയാകാൻ കഴിയില്ല. അതിനാൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. സ്വന്തം ജീവിതം നശിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ കഴിയില്ല എന്നോർക്കുക. 7. മൂഢരായ അല്ലെങ്കിൽ വിഡ്ഢികളായ ആളുകൾ. ചാണക്യൻ വ്യക്തമായി പറയുന്നു: വിഡ്ഢിയായ ഒരാളെ ഉപദേശിക്കുന്നത് മണലിൽ എണ്ണയാട്ടുന്നതുപോലെ പാഴ്വേലയാണ്. സ്വയം അറിവില്ലാത്തവരും എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്തവരുമായ ആളുകളെയാണ് ചാണക്യൻ മൂഢന്മാർ എന്ന് വിളിക്കുന്നത്. ഇത്തരക്കാരുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ സമയവും ഊർജവും നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. അവർക്ക് യുക്തി മനസ്സിലാവില്ല. മാത്രമല്ല, തങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കാനും അവർ തയ്യാറാകില്ല. ഇതിഹാസകവി കാളിദാസൻ പണ്ട് താനിരിക്കുന്ന കൊമ്പുതന്നെ വെട്ടിമാറ്റാൻ ശ്രമിച്ച ഒരു കഥയുണ്ട്. അറിവില്ലായ്മ എത്ര വലിയ അപകടമാണെന്ന് അത് കാണിക്കുന്നു. ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല എന്നു പറയുന്നത് ഇത്തരം മൂഢന്മാരെക്കുറിച്ചാണ്. കല്ലിൽ വെള്ളമൊഴിച്ചാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങില്ല. അതുപോലെയാണ് ഇവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ. വിഡ്ഢിയുമായി തർക്കിക്കുന്നത് ചെളിയിൽ കല്ലെറിയുന്നതുപോലെയാണ്. ചെളി തെറിക്കുന്നത് നമ്മുടെ ദേഹത്തായിരിക്കും. വിവേകമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഇവർ സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി വീടിന് തീയിടാൻ പോലും മടിക്കില്ല. ഇത്തരക്കാരുമായുള്ള സഹവാസം നിങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ മാത്രമേ നൽകൂ. പാമ്പിന് പാൽ കൊടുത്താൽ അത് വിഷമായി മാറുന്നതുപോലെ വിഡ്ഢികൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ തന്നെ തിരിച്ചുവിടും.
അതുകൊണ്ട് വിവേകമില്ലാത്ത, കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ബുദ്ധി. 7. നന്ദിയില്ലാത്തവർ. ചാണക്യൻ ഏറ്റവും വെറുപ്പോടെ കണ്ടിരുന്ന ഒരു വിഭാഗമാണ് നന്ദിയില്ലാത്തവർ. ചെയ്ത സഹായം മറക്കുന്നവനെ നരകത്തിൽ പോലും സ്വീകരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ കഷ്ടപ്പെട്ട് സഹായിച്ചിട്ടും പിന്നീട് അത് ഓർക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തുകയോ ചെയ്യുന്ന ആളുകൾ അത്യന്തം അപകടകാരികളാണ്. ഇവർക്ക് ധാർമ്മികതയോ സ്നേഹമോ ഇല്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി ആരെയും ചവിട്ടിമിതിക്കാൻ ഇവർ മടിക്കില്ല. നന്ദി എന്ന ഗുണമില്ലാത്ത മനുഷ്യനിൽ നിന്ന് മനുഷ്യത്വം പ്രതീക്ഷിക്കരുത്. ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ പ്രകാരം നന്ദിയില്ലായ്മ എന്നത് പ്രായശ്ചിത്തമില്ലാത്ത പാപമാണ്. പഞ്ചതന്ത്ര കഥകളിൽ മൃഗങ്ങൾ പോലും ചെയ്ത സഹായം ഓർക്കുമ്പോൾ മനുഷ്യൻ മാത്രം അത് മറന്ന് ഉപകാരിയെ തിരിഞ്ഞുകുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ചെയ്ത നന്മകൾക്ക് വില കൽപ്പിക്കാത്തവർക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കില്ല. നന്ദിയുള്ള മനസ്സ് ഒരു ക്ഷേത്രം പോലെയാണ്. എന്നാൽ നന്ദിയില്ലാത്ത മനസ്സ് ശ്മശാനത്തിന് തുല്യമാണ്. ഇവർക്കുവേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന ഓരോ നിമിഷവും പാഴായിപ്പോവുകയുള്ളൂ. ഇവർക്കെത്ര നൽകിയാലും മതിവരില്ല. ചെയ്ത 99 ഉപകാരങ്ങൾ മറന്ന് ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ അവർ നിങ്ങളെ ശത്രുവായി പ്രഖ്യാപിക്കും. ഇത്തരക്കാരെ വീടിന്റെ പടിവാതിലിൽ പോലും അടുപ്പിക്കരുത്. സുഹൃത്തുക്കളെ, ഈ 7 തരം ആളുകൾ ചാണക്യന്റെ മുന്നറിയിപ്പനുസരിച്ച് വെറും മനുഷ്യരല്ല, മറിച്ച് നമ്മുടെ ജീവിതം തകർക്കാൻ കെൽപ്പുള്ള വിഷജീവികളാണ്. അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വീടിന്റെ പരിസരത്തു നിന്നും അകറ്റി നിർത്തേണ്ടത് നമ്മുടെ സമാധാനത്തിനും വിജയത്തിനും അത്യന്താപേക്ഷിതമാണ്. ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ നല്ല ആളുകളുടെ കൂട്ടുകെട്ട് അത്യാവശ്യമാണ്. ചന്ദനമരത്തോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾക്കും സുഗന്ധമുണ്ടാകുമെന്ന് പറയുന്നതുപോലെ നല്ല മനുഷ്യരുമായുള്ള സഹവാസം നമ്മളെയും ഉന്നതങ്ങളിലെത്തിക്കും. നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ താങ്ങായി കൂടെ നിൽക്കുകയും ചെയ്യുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുക. വിഷം കലർന്ന ബന്ധങ്ങളെ അറുത്തുമാറ്റാൻ മടിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവ് നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഏതു തരം ആളുകളെയാണ് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.